സ്ത്രീകളിൽ പുരുഷന്മാരെ പോലെ മുഖത്തും ഈ നെഞ്ചിന്റെ ഭാഗത്തും താടിയിലും ബാക്ക് സൈഡിലും ഒക്കെ ഹെയർ ഗ്രോത്ത്, അതായത് ഇങ്ങനെ രോമം, കട്ടിയുള്ള രോമം വളർന്നു വരികയാണെങ്കിൽ ആ കണ്ടീഷന് പറയുന്നതാണ് ഹിർസ്യൂട്ടിസം. ഇതിന്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിൽ പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ഫ്രീ ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ ഇതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പൊണ്ണത്തടിയാണ്. പൊണ്ണത്തടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ഈ പുരുഷ ഹോർമോൺസ് ആയി മാറാനുള്ള ഒരു ടെൻഡൻസി കൂടും. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് PCOS ആണ്. ഇതിലും ഇൻസുലിൻ റെസിസ്റ്റൻസും ആൻഡ്രോജൻസും ഒക്കെ കൂടുന്നത് കൊണ്ട് ഇതുപോലെ ഈ ഒരു മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് വരാം. അതുപോലെ തന്നെ ചില മെഡിസിൻസ് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടും ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് അങ്ങോട്ട് സിവിയർ ആയി, അതായത് സാധാരണ ചെറിയ അളവിൽ വന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് സിവിയർ ആവുക, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന്റെ കൂടെ നന്നായിട്ട് പീരീഡ്സിന്റെ ഇറഗുലാരിറ്റി ഉണ്ടാവുക, അതുപോലെ തന്നെ മുഖത്തൊക്കെ വല്ലാതെ മുഖക്കുരു വരിക. ഈ ഒരു ഹെയർ ഗ്രോത്തിന്റെ പ്രോബ്ലത്തിന്റെ കൂടെ തന്നെ വല്ലാതെ മുഖക്കുരു വരിക, അതുപോലെ നമ്മുടെ ഈ ശബ്ദത്തിന് ഒരു കട്ടിപ്പ് വരിക, മെയിൽ വോയിസ് പോലെ ഒരു കട്ടി വരിക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ വൈകാതെ തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടതാണ്. ഇനി ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് ശരിയാക്കുക എന്നുള്ളതാണ് ഇതിന്റെ മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അതിന് നമ്മൾ എക്സസൈസ് ചെയ്യണം, നമ്മുടെ ഈ ഒരു എക്സസ് ആയിട്ടുള്ള ഫാറ്റ് കുറയ്ക്കണം, അധികം മധുരം കഴിക്കുന്നത്, ബേക്കറി കഴിക്കുന്നത്, അന്നജം കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുക.